എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും ആദ്യം രാവിലെ കാപ്പി കുടിക്കാൻ പോവാണ്. ലിതിയമ്മ നേരത്തെ ജോലിക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ചാച്ചയമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ അലക്കിയിട്ടു. ശേഷം പുട്ടും പഴമാക്കി. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഇവനെയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി പോകാമെന്ന് ഓർത്തിട്ടാട്ടോ. അപ്പോൾ എന്തായാലും വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് താഴേക്ക് പോവാം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് ദുഃഖശനിയാണ്. അപ്പോൾ നാളെ ഈസ്റ്റർ ആണ്. അപ്പോൾ നല്ല അടിപൊളി ദിവസമാണ്. ഇന്ന് നമ്മൾ വൈകുന്നേരം നേരെ വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ അതൊക്കെയാണ് പ്ലാനിങ്. അപ്പോൾ നേരെ നമുക്ക് കഴിക്കല്ലേ. അങ്ങനെ ഞാനും ആദ്യം പുട്ടൊക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് കവാത്തെടുക്കാനുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കവാത്തെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ആളെ ഞാൻ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വെള്ള കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട്. പിന്നെ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ ഇതിനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി അകലെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഒരു കുഞ്ഞു താളക്കൊച്ചിനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം അതെൻ്റെ ഫോണിലേക്ക് ചാടി വീണു. അതിന് ഫോണൊക്കെ എറിഞ്ഞിട്ട് ഞാൻ ഓടുകയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ഇച്ചിരി അകലം പാലിച്ച് നിന്നാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഭാഗത്തൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് പിള്ളേർ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അങ്ങനെ ഞാൻ ആദ്യമേയും പിള്ളേരൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് വീടിൻ്റെ അകത്ത് കയറ്റിയിരുത്തി. അങ്ങനെ ഇരുത്തിയപ്പോഴാണ് അവർ കുറേ മാങ്ങയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് മുളകൊക്കെ ചാലിച്ച്, എങ്ങനെയാണോ ഇവർ ഈ മുളകൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ മുളകൊക്കെ ചാലിച്ചിട്ട് ഞാൻ കൊടുത്തു. ഞാൻ കൊടുത്തതല്ല, അവന്മാർ തന്നെ അതൊക്കെ എടുത്തു. പിന്നെ ഞാനാണെങ്കിൽ ഇവർക്ക് മാങ്ങയൊക്കെ ചെത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ മാങ്ങയൊക്കെ തന്നു. അങ്ങനെ മാങ്ങയൊക്കെ പൂളി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ രസമാണ്. ചാച്ചയമ്മ വരുന്നവരെ എന്തായാലും ഈ പിള്ളേരുടെ കൂടെ നിൽക്കേണ്ടി വരും. കാരണം ഇവന്മാരെ തന്നെ ഇട്ടിട്ട് പോയാൽ ശരിയാവത്തില്ല. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, റോഡൊക്കെ ആയതുകൊണ്ട് വണ്ടിയൊക്കെ നല്ല സ്പീഡിലാട്ടോ വരുന്നത്. അതുകൊണ്ട് ഞാൻ ചാച്ചയമ്മ വന്നിട്ട് വേണം എനിക്കിനി ലിതിമോളുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവന്മാർക്ക് മാങ്ങയൊക്കെ കൊടുത്തു. അവന്മാർ ഇത് നല്ല എരിവൊക്കെ കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ശേഷം ഇനി എനിക്ക് താഴത്തേക്ക് പോകണം. ചാച്ചയമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചാച്ചയമ്മ വന്നു. അങ്ങനെ ഞാൻ താഴത്തേക്ക് പോവാണ്. അപ്പോൾ പതുപോലെ ഇന്നും പതുപോലെ വാശം പുറത്ത് കിട്ടിയിരുന്നു. നല്ല ഭയങ്കര മഴയായിരുന്നു. അയ്യോ, എന്നാ അടിപൊളി മഴയായിരുന്നു. നന്നായിട്ട് മഴ പെയ്ത ഏഞ്ചലിനൊരെണ്ണം കണ്ടിച്ചു കൊടുറേ. ഏഞ്ചലെ ഇത് പിടിച്ചേ. ഞാനെങ്ങനെ എവിടെ പിടിക്കും? ഏഞ്ചലിൻ്റെ മോളെ ഏഞ്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഞങ്ങളുടെ രാജകുമാരി. ആ കൊത്തി കയറിയിട്ട് അങ്ങ് കൊണ്ടുപോയിരുന്നു ഇതിൻ്റെ അകത്തിട്ട്. അല്ലാണ്ടി ഈ റോട്ടിലോട്ട് ഏലമില്ലാത്തോടത്തേ. ആ അയ്യോ, നോക്കട്ടെ, നമുക്ക് തീരാറ്. ഞാൻ പോയി എടുക്കട്ടെ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കേട്ടോ, എടുത്ത് തീർക്കട്ടെ. അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല, പുളിപ്പുണ്ട്. അത് ചെറിയത് വീണ് ഇതായതായിരിക്കും. ഓക്കെ, അത് കൊള്ളാം. ഇഷ്ടമാണോ ഏഞ്ചലിന്? ഓക്കെ, അടിപൊളി. നടുത്ത് പഴുത്തത് തന്നെ. അത് കള, ഇത് കള, ഇത് കുന്നു വെച്ച്. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്, സൂപ്പർ. ഓസം. ഇപ്പൊ നമ്മള് എന്തിനു പോവാ ഏഞ്ചൽ? അല്ല, നമ്മള് കായ എടുക്കാൻ പോന്നേ. എന്ത് കാ? വാഴക്ക. ഇവിടെ ഒരു വാഴ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് കായ വെട്ടിയെടുക്കാം. എവിടെ കാണാനില്ലല്ലോടാ. ഞാൻ പിടിച്ചോ. അപ്പുറേ കിടക്കുന്ന കേട്ടോ. നമുക്ക് അപ്പുറത്തോടെ പോകാം. വാഴക്കൊല ദേ കിടക്കുന്ന കേട്ടോ. ഈ വാഴക്കൊല മുഴുവൻ വെട്ടട്ടെ? മുഴുവൻ വെട്ടാനല്ലേ? മുഴുവനും വെട്ടുമല്ലേ? ആ, അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് വെട്ടാം. ഇത് ഒരുവിധം മൂത്താണ്, കറിയൊക്കെ വെക്കാൻ നല്ല. ഇനി ഏഞ്ചിൽ പിടി. ഇതാ നല്ല വേലിയോ. ഇതിൻ്റെ അകത്തോടെ എങ്ങനെ ഞാൻ കടത്തിക്കൊണ്ട്? അയ്യോ, പോരെ പോരെ.
അപ്പോൾ നമ്മൾ കൊല വെട്ടിയെടുത്തിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എങ്കിലും സഹായിച്ചു. പിന്നെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുക. അപ്പോൾ നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. എവിടെ പോകാനാണ് ലിതിയമ്മേ? ഞങ്ങൾ മാങ്ങാത്തൊട്ടിക്ക് പോകണം. ഇവിടുത്തെ പണി തീർത്തു. ഇപ്പത്തെ പണി എന്ന് പറഞ്ഞാൽ കവാത്തെടുത്ത് കഴിഞ്ഞു. അതെ, ഇനി വെല്ലാണ്ടിക്ക് മരുന്നൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഇനി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരാൾ ഭയങ്കര കരച്ചിലാണേ. അതെ, ഇവിടുന്ന് പോകാനുള്ള വിഷമം. എന്തിനാ അത് കരയുന്നേ? കൂട്ടുകാരെ മിസ് ചെയ്യതാണ് കാര്യം. ആണോ? അത് ഭയങ്കര സങ്കടമായിട്ടാ. ഈ പൈസ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ചാടിപ്പോടാ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങട്ടെ എന്നല്ല, എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചാച്ചമ്മ ഒരുങ്ങിയിരിക്കുക. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു കൊലയൊക്കെ എടുക്കാനുണ്ടതേ. അപ്പോൾ കൊലയും കൂടെ അങ്ങ് കയറ്റി വെക്കാം. അയ്യോ, എന്ത് കറ പറ്റിയ? ഒരു മാങ്ങ ഇരിക്കുന്നുണ്ട്. എടുത്തോ. ചാച്ചയമ്മ ഒന്നും ചെയ്യില്ലല്ലോ. ഇന്നലെ രാത്രി ഭയങ്കര സൗണ്ട്. ഷീറ്റ് എടുത്തോണ്ട് പോകുന്നല്ലോ ഒന്ന് എനിക്ക്. ഇത് നല്ല മഴയ്ക്കുള്ള കോളുണ്ട് കേട്ടോ. വേണ്ട കറുത്ത് ചാച്ചമ്മ ആദ്യം വന്നേ. കൂട്ടുകാരൻ പോകുന്ന എടാ ആദ്യേ തമ്പുരാനോട് പറ പോവാന്ന്. ദേടെ പോന്ന് ഞങ്ങള്. നോക്കാം. നീ അവനോട് പറ പോവെന്ന് പറഞ്ഞിട്ട് വാ. പോവാന്ന് പറഞ്ഞിട്ട് വാ. ലേടാ, ഒരു കൂട്ടുകാരൻ പോവും. അവൻ വരുന്നില്ല ഇനി. മാറി നിൽക്കുന്നത് വിറക് സാധനങ്ങളൊക്കെ വണ്ടി. അത് ഞാൻ അവിടുന്ന് ഇവിടം വരെ എടുത്തു വെച്ചു. അത് ആ ചേട്ടൻ വരുമ്പോ ഇവിടേക്ക് എടുത്താ പോരെ. വണ്ടി വരുന്നുണ്ട് കേട്ടോ. സാധനങ്ങൾ എടുത്തു വെക്കട്ടെ. ഹലോ, എടാ രജനി ചേരാ നമ്പറിലോട്ട് ചോദിക്കും. കഴിഞ്ഞ ആഴ്ചയൊക്കെ പൈസ ഫ്രണ്ടിൽ വെക്കാം. ഒത്തിരി രൂപയുടെ ആവശ്യമില്ലേ? അത് കയറ ചാച്ചമ്മയും കയറിക്കോ. ശരിയാണ്. ആലോചിക്കാം. കയറി കയറി. ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് പേര വരുള്ളൂ. മറ്റന്നാൾ മറ്റന്നാള് നാളെ ഈസ്റ്ററല്ലേ? ഈസ്റ്ററല്ലേ? പിന്നെ ഞങ്ങള് നാളെ പോരണ്ടേ വീട്ടിൽ നിന്ന്. കല്യാണം രാജക്കാട് മുക്കുടിയില്. അതെ, കോഴിയോ പോത്തോ? കോഴിയല്ല, പോത്തിറച്ചി കഴിക്കുള്ളൂ. ഇന്ന് പോത്ത് മേടിക്കണ നാളെ രാവിലെ ഞങ്ങള് രാവിലെ പോയി രാജക്കാടിന് പോയി. രാജക്കാടിനെ മേടിക്കുള്ളൂ. രാജുമാരിന്ന് മേടിക്കില്ല. നേരത്തെ രാജുമാരി നല്ലതായിരുന്നേ. ഇവിടെ ബിവറേജിലേക്ക് ഇറങ്ങാൻ പോകുമ്പോ ഒരു കടയിട്ടില്ലേ? ഞങ്ങള് മേടിച്ചോണ്ടിരുന്നതാ. വിളിച്ചു പറയണം. വിളിച്ചു പറഞ്ഞാൽ തന്നാലേ കിട്ടും. ഇവിടെ രാജക്കാട് കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളി ഇറച്ചിയാ. നല്ല ഇറച്ചി. ഞങ്ങള് വർഷങ്ങളായിട്ട് അവിടുന്ന് മേടിക്കണാണ്. ഞങ്ങളറിയാം. ഞാനിപ്പോ നിങ്ങളെ വിളിക്കുമ്പോ ഞാൻ ഇക്കടെ എടുത്തു നാളെ എടുത്തു വെച്ചോ പറയും. ഇന്ന് കാച്ചി വന്നിട്ട് പറഞ്ഞു എന്നെ വണ്ടി കയറാതി പിടിക്കണം. ഇവിടെ വേ പോട്ടെ കേട്ടാ. പോട്ടെ, കുഴപ്പമില്ലല്ലോ. നിന്നോളേ. വേണ്ട, വരാവേ. അങ്ങനെ ചാച്ചിയമ്മേനെ വീട്ടിലിറക്കി, അതുപോലെ സാധനങ്ങളൊക്കെ വീട്ടിലിറക്കി വെച്ചിട്ട് ഞാനും രിതിമോളും ആദ്യം കൂടെ ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് രാജകുമാരിയിലേക്ക് പോവാണ്. കാരണം ആദിയുടെ മുടിയൊക്കെ വെട്ടാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവനും ലിതിമോളും വരുന്നുണ്ട്. അപ്പോൾ ആദിക്ക് ചെറിയൊരു ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല മഴയായിട്ടുണ്ട്. ഞങ്ങൾ കുട പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നൊരു മഴ വന്നതാണ്.
അങ്ങനെ ആദീനെ കൊണ്ട് ആദിയുടെ മുടി വെട്ടിക്കാൻ പോയി. രാജകുമാരിലൊരു കടയിലാട്ടം മുടി വെട്ടുന്നത്. അപ്പോൾ ഇന്നും മുടി വെട്ടുന്നൊരു ചേട്ടായി ആയിരുന്നു. ആ ചേട്ടായി വേറെ എവിടെയോ ആണ് ഇപ്പം നിൽക്കുന്നതെന്ന് തോന്നുന്നു. ചേട്ടാനെ കണ്ടില്ല. അവിടെ അപ്പോൾ എൻ്റെ ഓണർ ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. അങ്ങനെ ആദിക്കും മുടി വെട്ടിയതൊക്കെ ഇഷ്ടപ്പെടും. ആദിയുടെ അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ വെട്ടണം എന്നൊക്കെ. അപ്പോൾ ആദിയുടെ ഇഷ്ടത്തിന് പറഞ്ഞ് വെട്ടിച്ചാണ് കേട്ടോ. പിന്നെ ഒത്തിരി ഫ്രണ്ടിലെ മുടിയൊന്നും വെട്ടിക്കളഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആദിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ സ്റ്റൈലിൽ വെട്ടാം. മതി മതി. ആ മതി. മതി. അതിങ്ങനെ തലമുടിയൊക്കെ വെട്ടി അടിപൊളിയാക്കി സൂപ്പറായിട്ട് വെട്ടി. നന്നായിട്ട് ചെയ്യൂ. ചെറിയ എണ്ണമയം ഉണ്ട് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയിട്ട് ചെറുതായിട്ടൊരു അലർജി ഉണ്ടായിരുന്നു. ഇവിടെ നല്ല വെട്ടി. ശരി. അങ്ങനെ ഞങ്ങൾ അതേ കടയിൽ കയറി. അപ്പോൾ ലിതിമോക്ക് 199 സാരി കണ്ടപ്പോൾ അവൾക്ക് ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അത് മേടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഞാൻ ഉടുത്തൊരു സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതൊന്ന് പിഞ്ച് കീറിപ്പോയായിരുന്നു. അപ്പോൾ ആ ബ്ലൗസിന് വേണ്ടിയിട്ട് ആണ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പം അടിപൊളി കറക്റ്റ് സാധനം അത് തന്നെ കിട്ടി. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് പച്ച കളറിനോട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് കളറ്. അപ്പോൾ പിന്നെ ഞാൻ പച്ച കണ്ട് എനിക്കിപ്പോൾ പച്ചയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് അടുത്തത് ആദിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് കയറി. അങ്ങനെ ആദിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റായിട്ടുള്ള ഡ്രസ്സ് നോക്കാനാണ് പോയത്. അപ്പോൾ നമ്മൾ യെല്ലോയിൽ കയറി ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാം ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോകാൻ ഇച്ചിരി ലൈറ്റ് കളർ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തത് വേറൊരു കടയിൽ കയറി. അങ്ങനെ അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് അടിപൊളി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തു. നമ്മൾ തിരിച്ച് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിക്ക് അതേ ഈ കളറാണ് എടുത്തത്, എൻ്റെ ഒരു സാരിയുടെ കളറാട്ടോ. അതുകൊണ്ട് ഞാനത് പ്രോത്സാഹിപ്പിച്ചു അതെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതും എടുത്ത്. അടിപൊളി കളർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഡ്രസ്സ്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങാനായിട്ട് പോവുകയാണ്, മീനോ എന്തെങ്കിലും. അപ്പോൾ ഉണക്കമീനെ ചാച്ചയമ്മ കഴിക്കുള്ളൂ, പച്ചമീൻ കഴിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് ബീഫ് മേടിക്കാം എന്തായാലും നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ താഴെ കടയിൽ പോയി. 2-3 കടയിൽ കയറിയപ്പോൾ ബീഫ് ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും പിന്നെ വണ്ടി വരാൻ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റിയില്ല, അല്ലെ മുകളിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയും കേക്കും ഓർഡർ ചെയ്തു. നല്ല മഴയാണ്, ഞങ്ങൾ 3 പേരും നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഒരു കടിക്കുള്ളത് ഉണ്ടായതുള്ളൂ, അത്രയും ചെറിയൊരു കേക്കായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരിപ്പോടയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നല്ല വിശപ്പൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾ വേഗം ഓടി ബസ്സിലൊക്കെ കയറിയ ശേഷം നമ്മൾ മാങ്ങത്തൊട്ടിയിൽ ഇറങ്ങി. മാങ്ങത്തൊട്ടി ഇറങ്ങി അപ്പുറം ഒരു കടയിൽ ഉണ്ടോ എന്ന് ചോദിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോന്നു. അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ അവിടെ ബീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ 1 കിലോ ബീഫൊക്കെ വാങ്ങി. ശേഷം ഞങ്ങൾ കടയിൽ കയറി കുക്കുംബർ വാങ്ങി. അതുപോലെ കുറച്ച് കപ്പയും മേടിച്ചു നാളത്തേക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈസ്റ്റർ ആയതുകൊണ്ട് കപ്പയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം കട തുറക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കപ്പയൊക്കെ മേടിച്ചു. ഇനി നാളത്തേക്ക് ആവശ്യമുള്ള ബീഫ് ഒക്കെ നമ്മൾ നാളെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. 1 കവർ പാല് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് ഞങ്ങളിത് ചായ ഇട്ട് കുടിക്കാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ചായ കുടിക്കണം, ബീഫ് മേടിച്ചിട്ടുണ്ട്, അതുണ്ടാക്കണം. പിന്നെ എന്തെങ്കിലും കറി, കപ്പ നാളത്തേക്ക്. കപ്പ നാളത്തേക്കാണോ? ശരിയാ. 3 കിലോ മതിയായിരുന്നു അന്നേരം. അപ്പം അമ്മയുടെ ചേച്ചി നാളെ വരും. അമ്മയൊക്കെ 3 പെൺപിള്ളേരും ഒരു ആൺകുട്ടിയുമാണ്. അതെ, ഒരാൾ നാളെ വരും, ആഘോഷിക്കാൻ വേണ്ടി വരും. അതെ. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പേരിക്കുട്ടിയമ്മ വന്ന് ഞങ്ങളപ്പോൾ കടി എന്തോ മേടിച്ചോണ്ടോ, എന്തത് കടി വാങ്ങിയിട്ട് വന്നായിരുന്നു, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. കടി എന്ന് വെച്ചാൽ സ്നാക്സ്. അപ്പോൾ ചെയ്ത് നമ്മുടെ ചാച്ചിയമ്മയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.